ഉള്ളത് ബെൻസിൻ്റെ CLA സെഡാനാണ്, കൂപ്പേ മോഡലാണ്. കൂപ്പയാണല്ലേ? കൂപ്പേ ഡിസൈനാണ്, കൂപ്പേ എന്ന് പറയാൻ പറ്റില്ല, സെഡാൻ മോഡലാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓഡിയുടെ A8 ലക്ഷറി സെഡാൻ ആയിട്ടുള്ള A8 ആണ്. അടുത്തതായിട്ട് നമ്മുടെ BMW 320 ഡീസൽ പരിചയപ്പെടുന്നത് 2012 മോഡൽ ML 350 ഡീസൽ മോഡലാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബെൻസിൻ്റെ തന്നെ GLA SUV ആണ്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടുന്നത് BMW 320 GT മോഡൽ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് എക്സ്ട്രൈവിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികളാണ്. കുറച്ച് ഫോർച്യൂണർ, മെഴ്സിഡസ് ബെൻസ്, BMW, അങ്ങനെ കുറച്ച് എന്താ പറയുക, ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികളാണ്. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബിനുണ്ട്. വീഡിയോയിലോട്ട് സ്വാഗതം. ഹായ്. ഓക്കെ, നമ്മൾ മുമ്പൊരു വീഡിയോ ഇപ്പം അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നു, കാറൊക്കെ നല്ല റീച്ച് പോയിരുന്നു. ഇപ്പം അത്യാവശ്യം എല്ലാം പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ്. നമ്മൾ രണ്ട് സെഗ്മെന്റ് ഉണ്ടല്ലോ? രണ്ട് സെഗ്മെന്റും ഉണ്ട്. പ്രീമിയം നമ്മൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇപ്പം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രീമിയം സെഗ്മെന്റ് ആണ് കാണിക്കുന്നത്. അതെ. ഓക്കെ, ഇപ്പം മെഴ്സിഡസ് ബെൻസ്, BMW, Audi A8 ഉണ്ട്, ബെൻസിന്റെ ML 350 ഉണ്ട്, GLA, CLA, പിന്നെ BMന്റെ തന്നെ 320 GT, അങ്ങനെ എല്ലാത്തിൻ്റെയും ക്രിസ്റ്റ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫിനാൻസ് സൗകര്യം നമ്മൾ ഏത് വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ ഫിനാൻസ് ഇപ്പം നമുക്ക് 2013 മുതൽ മുകളിലോട്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് മാക്സിമം ഫണ്ടിങ് എടുത്ത് കൊടുക്കാനും പറ്റും. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. വണ്ടിയൊക്കെ വാറണ്ടികൾ വരുന്നു? വാറണ്ടി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. 2018 മുകളിലോട്ടുള്ള വെഹിക്കിൾസിന് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. USD ഗ്ലോബലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, സർവീസ് റോഡിൽ. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ നമുക്ക് എക്സ്ട്രൈവിലേക്ക് ഒരു കാരിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതായത് ജോബ് വേക്കൻസീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സെയിൽസിലത്തേക്ക് ഒരു 4 നമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ടെലികോളിങ്ങിലും. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിന് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ട്രിവാൻഡ്രം ബേസിലുള്ളവർക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർക്കോ നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, പരിചയപ്പെടുന്നത് ബെൻസിൻ്റെ തന്നെ GLA SUV ആണ്. GLA ഡീസൽ 200 ഡീസൽ മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു SUV ആയിട്ട് ഉപയോഗിച്ച് ചെയ്യാം, അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾ. അതെ, വളരെ വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിളാണ്. ഇതുവരെ എല്ലാ ഹിസ്റ്ററിയും കമ്പനിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓക്കെ, കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഏത് ടെനറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ബെൻസിൻ്റെ SUV സെഗ്മെന്റിൽ വരുന്ന സ്റ്റാർട്ടിംഗ് മോഡലാണ് GLA. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് സോഫ്റ്റ് റോഡ് ആണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലും ഏത് ടെറൈനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ SUV നമുക്ക് കുറച്ച് ഒതുങ്ങിയൊരു വെഹിക്കിൾ എന്ന് പറയാം മെഴ്സിഡസിൻ്റെ. തീർച്ചയായിട്ടും ഒരു കോമ്പാക്ട് വെഹിക്കിളാണ്. നമുക്ക് സിറ്റി ഡ്രൈവിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു മോഡലാണ്. ഓവറോൾ നമുക്ക് 18.5 വരെയൊക്കെ കിട്ടുന്ന വണ്ടിയല്ലേ? കിട്ടുന്ന ഒരു മോഡലാണ്. നമ്മളിതിൻ്റെ കിലോമീറ്റർ എത്രയായിരുന്നു ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പാണ്. 50,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിരിക്കുന്നത്. 50,000 കിലോമീറ്റർ അല്ലേ? അതെ. ഷോറൂം സർവീസ് അല്ലേ? ഫുള്ളി ഷോറൂം സർവീസിലുള്ള വാഹനമാണ്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഈ പ്രൈസ്, GLAയുടെ പ്രൈസ് വരുന്നത്? ഈ വാഹനത്തിൻ്റെ ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മളിതിപ്പം സെല്ല് ചെയ്യാനായിട്ടിരിക്കുന്നത്. നമുക്കൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു 23 lakhsനകത്തുള്ള പ്രൈസിൽ നമുക്ക് ഫൈനലി ചെയ്യാവുന്നുള്ളൊരു മോഡലാണ്. ഓക്കെ, അതെ. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് ഓപ്ഷൻ നമുക്കൊരു 80% വരെ ഫിനാൻസ് അവൈൽ ചെയ്യാനും കഴിയും. അതെ. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടുന്നത് BMW 320 GT മോഡലാണ്. 320 GT ഡീസൽ വേരിയൻ്റ് ആണ്. 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, 90,000 ആണ് വെഹിക്കിൾ ഓടിയിരിക്കുന്നത്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു സ്ക്രാച്ച് പോലും നമുക്ക് പറയാനായിട്ടില്ല ബാക്കിയുള്ള. നീറ്റാണ്, ഒന്നും പറയാനില്ല. ടയർ കണ്ടീഷൻ എബോവ് 80% ഉണ്ട്. ഇതിൻ്റെ കണ്ടീഷനൊക്കെ നീറ്റാണ് കേട്ടോ, നീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഇത് ലക്ഷറി ലൈനാണ്. 320 GT ലക്ഷറി ലൈനാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് 19.25.
19-25. അതെ അതെ. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് ഒക്കെ നമുക്ക് ഒരു 85% വരെ ഫിനാൻസ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഓക്കെ, നമ്മുടെ BMW കുറച്ചുകൂടി ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലല്ലേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്? ഫ്യൂൽ എഫിഷ്യൻസി ഇപ്പം നമ്മളിപ്പം ബെൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു എൻട്രി സെഗ്മെന്റ് ആണ്. കുറച്ചുകൂടി ഒരു ലോങ് വീൽ ബേസ് ആണ്. കുറച്ചുകൂടി ലെഗ് സ്പേസ് ഒക്കെ ഇപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മോഡലാണ് GT മോഡൽ. അത്യാവശ്യം ഒരു 17 to 18 നമുക്ക് മൈലേജ് കിട്ടാവുന്ന ഒരു വാഹനം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓഡിയുടെ A8 ലക്ഷറി സെഡാൻ ആയിട്ടുള്ള A8 ആണ്. A8 ആണല്ലേ? അതെ അതെ. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,00,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. മോഡൽ ഏതാ അതിൻ്റെ? A8-ൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ്. ഓക്കെ, അല്ല മോഡൽ നമ്മുടെ ഇയർ 2013 മോഡലാണ്. 13 മോഡലല്ലേ? അതെ. വളരെയധികം ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു മോഡൽ കൂടിയാണ്. ഓക്കെ, നമുക്ക് വൈഡായിട്ടുള്ളൊരു ഫീച്ചേഴ്സാണ് A8-ൽ. നമ്മുടെ ഓടി A8 ആകുമ്പോൾ നമ്മുടെ മെർസിഡീസ് ബെൻസിൻ്റെ എസുമായിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് A8. ഓക്കെ, വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലുള്ള വാഹനമാണ്. ലക്ഷറി സെഗ്മെന്റ് ആണ്. സർവീസ് ഒക്കെ എല്ലാം കമ്പനി തന്നെയാണ് ഇതുവരെയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹിസ്റ്ററിയെല്ലാം ഉള്ള വണ്ടി അല്ലേ? ഹിസ്റ്ററിയെല്ലാം ഉള്ള വണ്ടി. മേജർ റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് കേട്ടോ. ഒരു സ്ക്രാച്ചസ് മെയിൻറ്റൈൻഡ് ആണ് വാഹനം. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടയർ കണ്ടീഷൻ അപ്പോൾ ഒരു 82% ടയർ കണ്ടീഷൻ ഉണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷറി സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മെർസിഡീസ് ബെൻസിന്റെ എസ് ക്ലാസുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, A8 അതല്ലേ അതല്ലേ വരുന്നത്? A8 ആണ്, ഡീസൽ മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇതിന്റെ പ്രൈസ് ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത് 23.5 ലക്ഷം. 23.5 ലക്ഷം. അതെ അതെ. ഓക്കെ, പക്ഷേ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു? ഇതിന്റെ പ്രൈസ് 1 കോടിക്ക് മേളിലായിരുന്നു. നമുക്ക് കുറഞ്ഞ നിലയിൽ ലക്ഷറി സെഗ്മെന്റ് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മോഡലാണ്. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളിലുള്ള വണ്ടിയല്ലേ? ഫുള്ളി ഹിസ്റ്ററി അവൈലബിൾ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഫിനാൻസ് അവൈലബിൾ ആണല്ലോ? ഫിനാൻസ് നമുക്ക് അവൈൽ ചെയ്യാവുന്ന ഒരു മോഡലാണ്. 2013 മോഡലാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം നമുക്ക് ഫണ്ട് കിട്ടും ഇതിന്റെ? ഫിനാൻസ് ഫണ്ടിങ് എത്രത്തോളം കിട്ടും? ഫിനാൻസ് നമുക്കൊരു 60% വരെ ഫിനാൻസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഓക്കെ, ബെൻസിന്റെ CLA സെഡാനാണ്. കൂപ്പേ മോഡലാണ്. കൂപ്പയാണല്ലേ? കൂപ്പേ ഡിസൈൻ ആണ്. കൂപ്പേ എന്ന് പറയാൻ പറ്റില്ല. സെഡാൻ മോഡലാണ്. CLA 200 ഡീസൽ മോഡൽ, 2019 മോഡൽ, സിംഗിൾ ഓണർ, 40,000 ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ, വണ്ടി വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വാഹനമാണ്. എയർ കണ്ടീഷൻ അത്യാവശ്യം ഒരു 70 to 80% എയർ കണ്ടീഷൻ ഉണ്ട്. ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നീറ്റ് കണ്ടീഷൻ അല്ലേ? അതെ അതെ അതെ. വാറണ്ടി വരുന്ന വണ്ടിയാണോ? വെഹിക്കിൾ ഇതൊക്കെ നമുക്ക് വാറണ്ടി എടുക്കാവുന്ന വെഹിക്കിൾസ് ആണ്. ഓക്കെ, നമുക്ക് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലുള്ള ഒരു പുതിയ വാഹനം ഷോറൂമിൽ ഇറക്കുന്നുള്ള രീതിയിലുള്ള അത്രയും കണ്ടീഷനിലുള്ള ഫ്യൂച്ചർ റിച്ച് ആണ്. പിന്നെ 40,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ അല്ലേ? അതെ അതെ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക്. നമുക്ക് പൊതുവെ ഈ മെർസിഡീസിന് ആരും ചോദിക്കാറില്ല, എങ്കിലും എങ്ങനെ അതിൻ്റെ എഫിഷ്യൻസി വരുന്നത്? ഫ്യൂൽ എഫിഷ്യൻസി ഈ വരുന്ന മോഡൽസ് ഇപ്പം നമ്മുടെ ഉള്ള CLA GLA ഉണ്ട്. 2 മോഡൽസ് ഒരേ സ്പെക്കാണ് വരുന്നത്. എഞ്ചിൻ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് ഉള്ള വെഹിക്കിൾസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 18 കിലോമീറ്റർ വരെ നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് ഞങ്ങൾ കോട്ട് ചെയ്തേക്കുന്നത് 32.5 lakhs. 32,00,000. ഓക്കെ, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ ഫിനാൻസ് നമുക്ക് എത്രത്തോളം കയറും? ഫിനാൻസ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 80 to 90% വരെ അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതായത് നമ്മുടെ BMW-ൻ്റെ 320 ഡീസൽ. 320 ഡീസലാണ്? 320 ഡീസൽ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. മോഡൽ 2014 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓക്കെ, 90,000 ആണ് വാഹനത്തിൻ്റെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. പുള്ളി കമ്പനി ഇസ്രയേലുള്ള വാഹനമാണ്. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് പെയിന്റ് ചെയ്തിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി കമ്പനി ഹിസ്റ്ററിയിലാണ് അതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോക്കിലുള്ള വണ്ടികളെല്ലാം ക്ലീൻ ആയിരിക്കും. അത്യാവശ്യം വാഹനങ്ങളെ ഞങ്ങൾ സാധാരണ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യാറുള്ളൂ. ഓക്കെ, അത്ര നമുക്ക് നമ്മൾ ലക്ഷറി സെഗ്മെന്റ് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. വേറെ നോക്കാനില്ല, അത്രയും കണ്ടീഷൻ വളരെ നീറ്റ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇതെങ്ങനെയാണ് 320D എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് ഞങ്ങൾ കമ്പനി കോട്ട് ചെയ്തിരിക്കുന്നത് 13.25 lakhs. 13.4. ഓക്കെ, ഫിനാൻസ് ഇപ്പോൾ എങ്ങനെ വരുന്നത്? ഫിനാൻസ് ആക്ച്വലി ഇത് നമുക്ക് ഒരു 75% വരെ ഫിനാൻസ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മൾ ഈ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണല്ലോ? നമ്മൾ സ്ലൈറ്റ്ലി നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാവുന്നതാണ്. പ്രൈസ് ഫൈനൽ പ്രൈസ് അല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് ആക്കി കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 2012 മോഡൽ ML 350 ഡീസൽ മോഡലാണ്.
ML 350 ഡീസൽ. അതെ അതെ അതെ. ഓക്കെ. ഇത് TN രജിസ്ട്രേഷനാണ് വാഹനം. തേർഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ. കിലോമീറ്റർ 1,15,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 1.15 അല്ലേ? ശേഷം നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിളാണ്. ഉള്ള വെഹിക്കിളാണ്. അതെ അതെ അതെ. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷനിൽ നീറ്റാണ് കേട്ടോ. അതെ അതെ അതെ. നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനാണ്. പിന്നെ എന്ത് ഫീച്ചേഴ്സ് ഒന്നും പറയണ്ട, കാരണം നമുക്ക് അത്യാവശ്യം ഫീച്ചർ റിച്ചുള്ള വെഹിക്കിൾസ് ആണ്. അതെ അതെ അതെ. 2012 വന്ന മോഡലിൽ ഏറ്റവും നല്ലൊരു വേരിയൻ്റാണ്. SUV വാഹനങ്ങളിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു മോഡലാണ് ML. നീറ്റാണ് വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്ക്രാച്ചസ് ഇല്ല. ടയർ കണ്ടീഷൻ അപ്പോൾ ഒരു 80% ടയർ കണ്ടീഷൻ ഉണ്ട്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ്. 15 lakhsനകത്തുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ. 15 ലക്ഷത്തിനകത്താണ് വരുന്നത്. 15 ലക്ഷമാണ് നമ്മൾ. ഓക്കെ. അതും നെഗോഷ്യബിൾ ആണോ? സ്ലൈറ്റ്ലി നമുക്ക് അത് നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാവുന്ന. 12 ആകുമ്പോൾ ഫിനാൻസ് അവൈലബിൾ അല്ലല്ലോ? ഫിനാൻസ് നമുക്ക് ചില ബാങ്കുകളിൽ നിന്ന് നമുക്ക് ഫിനാൻസ് അവൈൽ ചെയ്യാൻ പറ്റും. അതൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് പ്രൊഫൈലനുസരിച്ചുള്ള കേസുകളിൽ നമുക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ടൊയോട്ടയുടെ ഫോർച്യൂണർ 4x4 സിഗ്മ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. അതെ, 4x4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. മോഡലോ 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. അതെ അതെ. എത്ര കിലോമീറ്റർ? 90,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. ഓക്കെ. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനം കൂടിയാണ്. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ലല്ലോ? നീറ്റ് കണ്ടീഷൻ അല്ലേ? ഒന്നുമില്ല, വളരെ നീറ്റ് ക്ലീൻ കണ്ടീഷനിലുള്ള വാഹനമാണ്. ഇന്റീരിയർ ഇന്റീരിയറൊക്കെ തന്നെ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ ചെയ്തേക്കുന്ന ഒരു ഇന്റീരിയർ. നല്ല തീമാ അല്ലേ? നല്ല കളർ തീമാ ചെയ്തേക്കുന്നത്. അതെ അതെ. ഒരു ടാൻ ലെതറാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. എങ്ങനെയാ ഫോർച്യൂണർ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്തേക്കുന്നത് 37.5 lakhs. 37,50,000. അതെ, ഒരു ഫൈനൽ പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു 37 നമ്മളിപ്പോൾ അത് ഫൈനൽ പ്രൈസിൽ കൊടുക്കാൻ. ഫിനാൻസ് നമുക്ക് എത്ര കിട്ടും? ഫിനാൻസ് ഓൾമോസ്റ്റ് ഒരു 75 to 80% വരെ ഫിനാൻസ് നമുക്ക് ഫിനാൻസ് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ. വളരെ ലോ EMIയിൽ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? നമ്മൾ ഈ എപ്പിസോഡിൽ ഫുള്ള് നമ്മുടെ പ്രീമിയം സെഗ്മെൻറ്റാണ് കാണിച്ചിട്ടുള്ളത്. അതെ അതെ അതെ. ഓക്കെ. അല്ലാതെ തന്നെ നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വണ്ടികൾ വരുന്നുണ്ട്. അതെ.